ആമ്പിള്ളേർ ഒരിക്കലും പൂർണ്ണമായി പെമ്പിള്ളേരെ ശരിക്കും സ്നേഹിക്കരുത്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയായ മിതു മോഹന്റെ വീട്ടിലാണ്. കഷായം ഗ്രീഷ്മയ്ക്ക് ശേഷം ഐഫോൺ അക്ഷര. മിതു മോഹന്റെ മരണവാർത്ത ലോകമെമ്പാടും വളരെ വേദനയോടെയാണ് കേട്ടത്. ഒന്നും രണ്ടുമല്ല, 5 വർഷമാണ് മിതു അവളെ പ്രേമിച്ചത്. ധനുവച്ചപുരം VTM കോളേജിന്റെ തന്നെ താരമായിരുന്നു മിതു. ഈ പ്രായത്തിനുള്ളിൽ തന്നെ കായിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര അവൻ പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. യൂണിവേഴ്സിറ്റി താരമായ മിതു ബോൾ ബാഡ്മിന്റണിലും ആർച്ചറിയിലും നാഷണൽസ് വരെ കളിച്ചിട്ടുള്ള മിതു ഒട്ടേറെ പേരെ കായിക മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കൊണ്ടുവരിക മാത്രമല്ല അവൻ ചെയ്തത്, അവർക്ക് വേണ്ട പരിശീലനങ്ങൾക്കും കിറ്റിനും മറ്റ് വസ്തുക്കൾക്കുമായി വേണ്ട ചിലവുകൾക്ക് സ്വന്തം പോക്കറ്റിലെ കാശ് തന്നെ ഉപയോഗിച്ചു. അർഹരായ പ്രതിഭകൾക്ക് അവസരം നിഷേധിക്കപ്പെടരുത് എന്നായിരുന്നു അവന്റെ പോളിസി. കോളേജ് യൂണിറ്റ് സെക്രട്ടറിയും യൂണിയന്റെ PG റെപ്പുമായിരുന്നു മിതു. അന്ന് നടന്ന സംഭവത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. സംഭവ ദിവസം ഞാൻ എൻ്റെ മോള് കോഴിക്കോട് സൈലത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ രാവിലെ 2 മണിയായപ്പോൾ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടി വെളുപ്പിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാവിലെ ഷോപ്പ് തുറക്കാൻ പോയിട്ട് തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ അവൻ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് ചായ കുടിക്കാൻ വിളിച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് അവരമ്മയും മോനുമായിട്ട് അവിടെ സംസാരിച്ചിരുന്നിട്ട് താഴെ വന്നിട്ട് എന്നെ ഫോൺ ചെയ്യുന്നു. അപ്പം ഞാൻ മോളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് കോട്ടയത്തെത്തി. അപ്പം എൻ്റെ പറഞ്ഞ് ചായയൊന്നും കുടിക്കാൻ വിളിച്ചിട്ട് വരണില്ല, മുറിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ്റെ അങ്ങനെ കൂട്ടുകാരന്മാർ വന്നതിന് ശേഷം നീ ഷോപ്പിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നിട്ട് അമ്മ ഇറങ്ങി താഴെ വന്നപ്പോഴേ അവിടെ ഒറ്റയ്ക്ക് വരികയായിരുന്നു. അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വിളിച്ചപ്പോൾ ആ പെൺകുട്ടി എന്തോ എപ്പോഴും അവള് എപ്പോൾ ഫോൺ ചെയ്താലും നീ ഇതുവരെ ചത്തില്ലേ, ചാവാൻ പോണില്ലേ, ചത്തെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായ രീതിയിലുള്ള സംസാരിക്കുകയുള്ളൂ, നിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ നിമിഷം പിന്നെ ഇവൻ്റെ അമ്മ വീണ്ടും അടുത്ത മോളിൽ ചെല്ലുന്ന പിന്നെ കഥകളെല്ലാം ലോക്ക് ചെയ്ത് ഇവൻ സംഭവം കഴിഞ്ഞു. ഈ പെൺകുട്ടി എന്ന് പറയണത് ഒരു 5 വർഷമായി ഇഷ്ടത്തിലെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാനറിയുന്നത് ഈ വീട് പാല് കഴിച്ചിട്ട് 1.5 വർഷമായി. അപ്പോൾ 1.5 വർഷം ഈ പാല് കഴിച്ച സമയത്ത് എൻ്റെ പറഞ്ഞു, അച്ഛാ പിന്നെ അവരെ നമുക്ക് പാലേജിനെ വിളിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും അവൻ്റെ അമ്മയും കൂടെ പോയി വിളിച്ച് പാലേജിന് വന്നു. അതുപോലെയാണ് എനിക്കറിയാമെന്നുള്ളത്. അപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി നമുക്ക് ജോലിയാവിട്ട് തന്നെ അവളെ നോക്കാമെന്ന് പറഞ്ഞു. അവൻ ഇപ്പോൾ PG ഒക്കെ കഴിഞ്ഞിട്ട് കോച്ചിങ് ക്ലാസ്സിന് തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവന് പഠിത്തത്തോടൊപ്പം തന്നെ അവൻ സ്പോർട്സിൽ നല്ല ഇതാണ്, അമ്പെയ്ത്ത്, പിന്നെ ബോൾ ബാഡ്മിൻ്റൺ, മറ്റുള്ള എല്ലാ കളികളും. അവൻ ആദ്യമായി കോച്ച് കൊടുത്ത ബാച്ചിലറാണ് ഈ കുട്ടി. ഇവനെക്കാളും ജൂനിയറാണ്. ഇവള് പഠിക്കുന്നത് കാര്യവട്ടത്താണ്. അപ്പോൾ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്താണ് അവൻ്റെ സ്നേഹമായത്. പക്ഷേ പെൺകുട്ടിയാണ് ആദ്യം ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞു. പെൺകുട്ടിയാണ് പുറകെ നടന്ന് ശല്യം ചെയ്തത്, ഇഷ്ടമാണ്. അതവള് പ്രത്യേകം പറയുന്നുണ്ട്, നിന്റെ 3 വർഷം നിന്റെ പുറകെ നടന്നതിന് ശേഷമാണ് നിനക്ക് എന്നെ ഇഷ്ടമായെന്ന് പറഞ്ഞത്. അത് ഇപ്പോൾ എനിക്കാണെങ്കിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, നിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുകയാണ്. അപ്പോൾ അവന് മനസ്സിൽ ഇവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. അപ്പോൾ ഇവള് എവിടെ സ്നേഹം കാണിച്ചെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ മുതലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് കൈക്കലാക്കി, രണ്ടാമത് കരുതി കിടന്നൊരു ചെയിന് കാണാനില്ല, പിന്നെ അത് പോയിട്ട് പെയിങ് ഡ്രസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കളിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് 10-20 വരെയുള്ളത്, അത് കഴിഞ്ഞിട്ട് EMI ഇട്ട് ഒരു 75,000 രൂപയോളം വരെയുള്ള ഒരു മൊബൈൽ ഫോണ്, ഐഫോണ്, പിന്നെ അത് പോയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവൻ്റെ നിന്ന് നേടിക്കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ വാങ്ങി കൊടുത്തപ്പോഴത്തേക്കും അച്ഛൻ അറിയായിരുന്നോ? ഇല്ല, നമുക്കൊന്നും അറിയില്ല. അവന് കളിക്കാൻ പോകുന്നിടത്ത് പൈസ കിട്ടും, പിന്നെ അത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഒരു കള്ളങ്ങൾ പറഞ്ഞ് എൻ്റെ ഇത് വാങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. പിന്നെ അത് പോയിട്ട് പിന്നെ ഏകദേശം എല്ലാം കൂടി ഒരു 3 ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇവന് കളിക്കാൻ പോകുന്ന പൈസ കിട്ടുന്നതെന്ന് അറിയാൻ കാര്യം ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തു. അപ്പോഴത്തേക്ക് പറഞ്ഞാൽ അവൻ്റെ 50,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പൈസ എന്നിട്ട് അവൻ കളിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ നേരത്തെ കിട്ടിയ പൈസകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ പൈസയൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി തന്നെ ചിലവാക്കി. പിന്നെ ആ കുട്ടിയുടെ വീട്ടിൽ ആണുങ്ങളാരുമില്ല, അമ്മയും ചേച്ചിയും ഇവർ മാത്രമേ ഉള്ളൂ. അവൻ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടിക്ക് എന്താവശ്യം വന്നാലും ഓടിയെത്തി സഹായിക്കും.
നമ്മളെ വീട്ടിൽ കിടക്കുന്ന കാർ എടുത്തുകൊണ്ട് പോയി അവരെയൊക്കെ കറങ്ങാൻ കൊണ്ടുപോകും. അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ ചിലപ്പോൾ അവള് കാര്യവട്ടത്ത് പഠിച്ചിട്ട് ഇറങ്ങി എന്ന് പറയും എനിക്ക് വരാൻ ഒട്ടും വയ്യ, ദേഹം വേദന പനിക്കുന്നതൊക്കെ പറയുമ്പോഴത്തേക്ക് അവ ഇവിടുന്ന് കാർ കൊണ്ടുപോയി. ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ദിവസം രാവിലെ ഞാൻ 5 മണിക്ക് ഞാൻ ഷോപ്പ് തുറക്കാൻ പോകും. ഞാൻ ഷോപ്പ് തുറക്കാൻ വേണ്ടി ഇവിടെ വെളിയിറങ്ങിയപ്പോൾ അവനും എന്നോടൊപ്പം ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ എവിടെ പോകണ്ടെന്നിട്ടോ ഇതാ വരണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മയുടെ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി എടുത്തുകൊണ്ട് ഹെൽമെറ്റ് എടുത്ത് വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോർണിംഗ് രാവിലെ കളിക്കാൻ പോകും. അപ്പോൾ ബാറ്റൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കളിക്കാൻ പോകുന്നിടത്ത് ബാറ്റ് കാണുമെന്നുള്ളതെന്ന് ഞാൻ കണക്കൂട്ടി പോയത്. ഇന്ന് രാവിലെ ഇവൻ്റെ ഒരു സ്നേഹിതനെ കണ്ടപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ അന്ന് ഈ വണ്ടി കുഴപ്പമായി, തിരിച്ചു വന്നിടത്ത് വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിപ്പോയി. അപ്പോൾ അവൻ്റെ പറഞ്ഞു മാമ അന്ന് ഈ കുട്ടിയെ കൊണ്ട് കാര്യവട്ടത്ത് വിട്ടിട്ട് വന്ന വഴിക്കാണ് ബെൽറ്റ് പൊട്ടി വണ്ടി വഴിയിലായെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു ആവശ്യത്തിൽ പോയി ഇന്നടത്ത് വെച്ച് ബെൽറ്റ് പൊട്ടി വണ്ടി അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ കെട്ടി വലിച്ചാലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഒരു പെട്ടിയാട്ടേക്ക് കയറ്റിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നാണ് ഞാൻ അതിൻ്റെ നിജസ്ഥിതി അറിയുന്നത്. അങ്ങനെ അവൾ എന്ത് കാര്യം പറഞ്ഞാലും ഒരു അടിമയെ പോലെ അവന് അത്ര ഇഷ്ടമായി. പിന്നീട് ആ കുട്ടി ഇവനെ ശരിക്കും വഞ്ചിച്ച് അവളൊറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ മോൻ ഇന്ന് ഈ ആത്മഹത്യക്ക് കാരണമായത്. അതുപോലെ സ്പോർട്സിലായാലും ശരി, മറ്റുള്ള കാര്യത്തിലായാലും, നാട്ടിലൊരു ആവശ്യം വന്നാലും, എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് പാലിയോട്ട് കോട്ടക്കലാണ്. അവിടെയൊക്കെ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർഡ് മൊത്തം തന്നെ അവൻ്റെ കമ്പനിയാണ് എല്ലാ പയ്യന്മാരും. അവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും മുന്നിൽ അവൻ കാണും. അത് കല്യാണമായാലും ശരി, മരണമായാലും ശരി, പാല് കാച്ചായാലും ശരി, ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവൻ ഏറ്റവും മുന്നിൽ കാണും. അങ്ങനെ എല്ലാവർക്കും അത് ഇവിടെ 1.5 വർഷമായുള്ളൂ. ഇവിടെ തന്നെ അവൻ ഒരു സംഘടന ചേരുകയും അവരുടെ അതിനു വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് 1.5 വർഷമായിട്ട് നമുക്ക് അപൂർവം ചില ആൾക്കാരെ പരിചയമുള്ളൂ. അവന് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും അങ്ങനെ എല്ലാ ആൾക്കാരുമായിട്ടും നല്ല രീതിയിൽ പെരുമാറി ഞാൻ എൻ്റെ മോനെ പുകഴ്ത്തുന്നതല്ല, അതിപ്പോൾ അറിഞ്ഞത് മരിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവൻ ഇത്രയും ബന്ധമുണ്ടെന്ന്. ഇപ്പം അരുണാചലം കോളേജിലാണ് അവൻ പഠിച്ചത്. ആ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും, ഇവനെ പഠിപ്പിക്കാത്ത അധ്യാപികമാർ പോലും ഇവൻ്റെ മരണ വാർത്ത അറിഞ്ഞിവിടെ വന്നു. അവർക്ക് ശരിക്കും അവർക്ക് പ്രയാസമുണ്ട്. കാരണം അവർ പഠിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അവരെ കാണുമ്പോൾ കാണിക്കുന്ന ബഹുമാനം കൊണ്ടാണ് ആ ടീച്ചർമാരെല്ലാം ഇവനെ കാണാൻ വേണ്ടി അവനെ മരിച്ചതിന് ശേഷം ഇവിടെ ഞങ്ങളെ ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നത്. അതുകൊണ്ട് എൻ്റെ മോൻ്റെ മരണത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഒരു പെൺകുട്ടിയാണ്. എല്ലാവരുടെയും കണ്ണിൽ ചിരിച്ചു കളിച്ച് നടന്നിരുന്നവനായിരുന്നുവെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു നെരിപ്പോട് എരിയുകയായിരുന്നു. തനിക്ക് നേരിട്ട ആ വലിയ ചതി അവൻ അധികമാരോടും പറഞ്ഞിരുന്നില്ല. അവന്റെ ആത്മഹത്യക്കുറിപ്പിലൂടെയാണ് പുറം ലോകം അതറിഞ്ഞത്. അക്ഷര എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന അവൻ താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് ബോധ്യപ്പെട്ടതോടെ വിഷാദാവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഗാദു എന്ന് അവൻ വിളിക്കുന്ന അവന്റെ പ്രണയഭാജനത്തിന്റെ നീ പോയി മരിക്ക് എന്ന ആക്രോശം അവൻ എന്തിന് അനുസരിച്ചു എന്നത് വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും മനസ്സിലാകുന്നില്ല. എന്റെ മോന് നീതി കിട്ടണമെന്നും മോനോട് ഈ ചതി ചെയ്തവൾക്ക് ശിക്ഷ കിട്ടണമെന്നും മിഥുന്റെ അമ്മ വളരെ വേദനയോടെ പറഞ്ഞു. അമ്മയ്ക്ക് ഈ സംഭവത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? എൻ്റെ മോൻ 5 വർഷമായി പ്രണയിച്ച ഒരു കുട്ടി 2 ആഴ്ച കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു ആൺകുട്ടിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയാണ് അവൻ ഇങ്ങനെ ചെയ്യാൻ കാരണം പെട്ടെന്ന് ഇങ്ങനെ എന്നിട്ട് അവൻ്റെ അവളെ പിറകെ നിന്ന് എന്നോട് 5 മിനിറ്റ് സംസാരിക്കുക എനിക്ക് ഭയങ്കര ടെൻഷനാണ്, നീ ഇല്ലാതിരിക്കാൻ എനിക്ക് പറ്റണില്ല, നീ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, നീ സംസാരിച്ചില്ലെങ്കിൽ വിഷമമാണ്, നീ ഇത്രയും ദിവസം 5 വർഷം കൊണ്ട് പ്രണയിച്ചില്ലേ, പെട്ടെന്ന് നിനക്ക് എങ്ങനെ മാറാൻ പറ്റി എന്നൊക്കെ അവൻ ചോദിക്കായിരുന്നു അവളോട്. അതിലല്ല അവൾ നിസ്സാരമായിട്ട് ഇനി നീ എൻ്റെ പിറകെ നടന്നേക്ക്, ഇങ്ങനെയൊക്കെയാണ് ഒരു ദൂഷ്യമായിട്ട് വെച്ചാൽ നീ പോയി അപ്പം പറയും എനിക്ക് പറ്റൂല, നീ ഇല്ല എന്നാൽ പിന്നെ നീ പോയി ചാവ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരം. പക്ഷേ എൻ്റെ പിള്ളേർക്ക് നമ്മളിപ്പോൾ ഒരു അമ്മ 2 മക്കളെ വളർത്തിയ ആണും പെണ്ണും ഒരേ രീതിയിൽ തന്നെയല്ലോ വളർത്തുന്നത്. അപ്പം നീതി കിട്ടേണ്ടത് ഒരേ രീതിയിലാണല്ലോ. നമ്മൾ ഒരേ രീതിയിലല്ലേ സ്നേഹിക്കുന്നത്. അപ്പം മോൻ പോയാലും മോള് പോയാലും നഷ്ടം തന്നെയല്ലോ. നീതി ഒരേ നടപ്പിലാക്കണം. എൻ്റെ മോന് നീതി കിട്ടണം. കാരണം പിന്നെ എൻ്റെ മോന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള എന്തൊക്കെ എനിക്കറിയാമെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയാതെയും കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം കിട്ടണം. അതാണ് പറയാനുള്ളത്. പിന്നെ എൻ്റെ മോനോട് ഈ ചതി ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. മിഥുന്റെ പ്രായത്തിലുള്ള ആൺകുട്ടികളോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരോട് എന്താണ്? പൂർണ്ണമായും സ്നേഹിക്കരുത് പിള്ളേർ.
ആൺപിള്ളേർ ഒരിക്കലും പൂർണ്ണമായി പെൺപിള്ളേരെ ശരിക്കും സ്നേഹിക്കരുത്. കാരണം സ്നേഹിക്കണം, പക്ഷേ അത് ശരിക്കും പൂർണ്ണമായിട്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ പിള്ളേർ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇതേപോലെ എൻ്റെ മോന് പറ്റിയതുപോലെ ഒരവസ്ഥയും ഇനി ഒരു പയ്യന്മാർക്കും ഉണ്ടാവാൻ പാടില്ല, എന്നെപ്പോലത്തെ ഒരു ഗതിയുടെ ഒരു അമ്മയ്ക്കും ഉണ്ടാവാൻ പാടില്ല. 5 വർഷം നീണ്ടുനിന്ന പ്രണയമായിരുന്നു ഇരുവരും തമ്മിൽ. ഇരു വീട്ടുകാരും കല്യാണം വരെ പറഞ്ഞുറപ്പിച്ചിരുന്നു. മാലയും ലാപ്ടോപ്പും ഫെൻസിംഗ് കിറ്റും ഐഫോണും എന്ന് വേണ്ട അവൾ ചോദിച്ചതൊക്കെയും അവൻ വാങ്ങി നൽകി. വിവാഹ വാഗ്ദാനം നൽകിയ അവൾ 3 ലക്ഷത്തോളം രൂപയും കൈപ്പറ്റിയിരുന്നു. പെൺകുട്ടിയുടെ മാതാവിനും ഇതെല്ലാം അറിയാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 മാസമായി അവൾ ഇവനോട് സംസാരിക്കാനോ കാണാനോ തയ്യാറായില്ല. നിനക്ക് പോയി ചത്തൂടെ എന്ന കാമുകിയുടെ വാക്കും നീ ചത്താൽ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന അവളുടെ അമ്മയുടെ വാക്കും കൂടി കേട്ട മിതു ഒരിക്കലും തിരുത്താനാകാത്ത അവന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം തീരുമാനം സ്വീകരിച്ചു. അവന്റെ ആത്മഹത്യാക്കുറിപ്പും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. മിതുവിന്റെ സ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് ഒരു പെൺകുട്ടിയായിരുന്നു എങ്കിൽ കേരളം മുഴുവൻ ഈ വിഷയം അന്ത്യചർച്ച ചെയ്തേനെ. ഇതിപ്പോ ഒരു ആൺകുട്ടിയല്ലേ? ആണുങ്ങൾ പറ്റിക്കപ്പെടാനും ചാകാനും വിധിക്കപ്പെട്ടവരാണെന്ന ശൈലിയാണ് നീതിപീഠങ്ങൾ പോലും പലപ്പോഴും പെരുമാറുന്നത്. അവര് നീണ്ട 5 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. അത് ഒരു 2 വർഷത്തോളം ആ കുട്ടി പിറകെ നടന്നതിന് ശേഷമാണ്, 2.5 വർഷത്തിന് ശേഷമാണ് ഇയാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇപ്പം ഒരു 5.5 കൊല്ലമായിട്ട് ഒരു സ്നേഹത്തിലായിരുന്നു. അപ്പോൾ ആയ സമയം തൊട്ട് സാമാന്യം കുറച്ച് പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയെ സാമ്പത്തിക പിന്നോക്കം നിന്നതുകൊണ്ട് തന്നെ അവളെ പഠിത്തത്തിലും ബാക്കി കാര്യങ്ങളിലും എല്ലാ കാര്യത്തിലും അവൻ നല്ല സാമ്പത്തികമായി സഹായിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്പോർട്സിലൊന്നും ഇല്ലായിരുന്ന ആ കുട്ടിയെ ഫെൻസിങ് അക്കാഡമിയിൽ കൊണ്ടുപോയി സ്വന്തം പൈസ കൊടുത്ത് ചിലവാക്കി പഠിപ്പിച്ച് ഇപ്പോൾ ആ കുട്ടി നാഷണൽ ലെവലിൽ വരെ പോയ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഫെൻസിങ് കിറ്റും ബാക്കി കാര്യങ്ങളും മറ്റ് സാമ്പത്തികമായി ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും മിതു മോനാണ് ചെയ്തുകൊണ്ടിരുന്നത്, മിതു. പക്ഷെ പെട്ടെന്ന് ഒരു കഴിഞ്ഞ മാസം, അതായത് നവംബർ മാസം ഒരു 30-ാം തീയതിയോടെ ആ കുട്ടിക്ക് മറ്റൊരു അഫെയർ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവനെ തീർത്ത് അവോയ്ഡ് ചെയ്ത് കളയായിരുന്നു. അപ്പോൾ ഈ 30-ാം തീയതി തൊട്ട് മരിക്കുന്ന ഈ 2-ാം തീയതി വരെ അവൻ എന്താണ് കാരണം, എന്നെ ഇത്രയ്ക്ക് വെറുക്കാനുള്ള കാരണമാണ് അവൻ അന്വേഷിച്ച് നടന്നത്. അങ്ങനെ അവൻ്റെ സങ്കടം സഹിക്കാതെ പലപ്പോഴായിട്ട് നമ്മൾ ഫ്രണ്ട്സും അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് ഓൺ സ്പോട്ടിൽ എന്നെ ബ്ലോക്കാണ് ചെയ്തത്. ഈ കാര്യം പറഞ്ഞ് എന്നെ ആരും വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ബ്ലോക്കാണ് ചെയ്തത്. ഒക്ടോബറിൽ അവര് ലവ് ആനിവേഴ്സറി ആയിരുന്നു, 5-ാം വർഷം. ആ സമയത്ത് ഒരു ഐഫോൺ ഗിഫ്റ്റ് ചെയ്തതായിട്ട് നമുക്കറിയാം. പിന്നെ അതിന് മുന്നേ അവൻ്റെ പഠനത്തിന് ആവശ്യം ഉപയോഗിച്ചിരുന്ന ഒരു HP ഒരു ലാപ്ടോപ്പ്, പിന്നെ പലപ്പോഴായിട്ട് പൈസ കൊടുത്തതായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് ലാസ്റ്റ് ഫെൻസിങ് കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ നിന്നാണ് അവ 20,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ കാര്യം കൃത്യമായിട്ട് അറിയായിരുന്നു. പോലീസ് ഇന്നലെ സ്റ്റേഷനിൽ പോയിരുന്നു, CA ആയിട്ട് കണ്ട് സംസാരിച്ചു. കേസ് കൊടുത്തിട്ട് 3-4 ദിവസമായി. 7-ാം തീയതി കേസ് കൊടുത്തു. ഇതുവരെ ഇതും പോലീസിൻ്റെ അപ്രോച്ചും പോലീസിൻ്റെ ഭാഗത്ത് കാണാത്തുണ്ട്. ഇന്നലെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് 306 ഇട്ടിട്ട് കേസെടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞ. കേസെടുക്കാം എന്നേ പറഞ്ഞുള്ളൂ. ഇന്നെടുക്കും, ഇനി എന്ന് നടക്കും, ഒരു പ്രൊസീജിയർ നടക്കണേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ കേസ് അന്വേഷിക്കുന്ന സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു 1 മാസമാവും, ആ രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ നേരെ തിരിച്ച് ഇതൊരു ബോയ് ആയിരുന്നു, അല്ലെങ്കിൽ ഇതൊരു ആണായിരുന്നു എങ്കിൽ ഈ കേസിൻ്റെ അപ്രോച്ച് തന്നെ മാറിപ്പോകുമായിരുന്നു. ആ പെൺകുട്ടി മരിച്ച സമയത്ത് തന്നെ ഈ പയ്യനെ റിമാൻഡ് ചെയ്യിക്കാനുള്ള വകുപ്പുകളെല്ലാം ഉണ്ടാക്കുമായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷേ ഒന്ന് ഉറപ്പിച്ച് പറയുന്നു, മിഥുന്റെ ആത്മാവിന് നീതി കിട്ടിയിരിക്കും. മിഥുന്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ കഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കായിരുന്നു. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ സാരംഗി, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.